ഹായ് ദേർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇവൻറ്റ് ലൂപ്പ് ഫേസസിനെ കുറിച്ചിട്ടാണ്. അതായത് ഇവൻറ്റ് ലൂപ്പ് ഫേസസിനെ കുറിച്ച് നമ്മൾ പല ഫേസസിനെ കുറിച്ചും ആൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, എന്തൊക്കെയാണ് ആ ഫേസസ് എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഫേസസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്കൊന്നും കൂടെ ഏതൊക്കെയാണ് ഫേസസ് എന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ ഫേസസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തിയറി പാർട്ട് മാത്രമാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? നമ്മൾ എങ്ങനെ പലതരത്തിലുള്ള ഇവൻറ്റ് ലൂപ്പിനെ കുറിച്ച് തിയറി പാർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പല ഫേസസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, ടിക്കുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഫേസസ്, അതായത് ഈ ഫേസസ് എല്ലാം എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ്. ഓക്കെ, അതായത് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തരം ഫേസസ് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ടൈമേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെൻഡിങ് IO കാൾ ബാക്സ് ഉണ്ട്, പോൾസ് ഉണ്ട്, ചെക്ക് ഉണ്ട്, ക്ലോഷർ കാൾ ബാക്സ് ഉണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാംസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ മുതൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടൈമേഴ്സിനെ കുറിച്ചാണ്. നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോകാം, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും console.log എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിന് ശേഷം വീണ്ടും ടൈം ഔട്ട് സെറ്റ് ചെയ്യുന്നതിനൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ടൈം ഔട്ടിനെ കുറിച്ചും സെറ്റ് ഇമ്മീഡിയറ്റിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഇത് ടൈമേഴ്സിൽ വരുന്ന കാര്യമാണ്. നമ്മൾ അവസാനം പഠിച്ചാണെങ്കിലും ടൈമേഴ്സിലാണ് വരുന്നത്. ഇതിൻ്റെ ഓർഡറിൽ വരുമ്പോൾ ടൈമേഴ്സിലാണ് വരുന്നത്. ഓക്കെ, അതായത് ടൈമേഴ്സ് ഇമ്മീഡിയറ്റും അതുപോലെ തന്നെ സെറ്റ് ടൈം ഔട്ട്, ടൈമേഴ്സ് ഫേസ് എന്ന് പറയുന്നത്, അതായത് സെറ്റ് ഇമ്മീഡിയറ്റ് അല്ല, ആദ്യം നമ്മൾ കാണുന്ന ഈ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞത് ടൈമേഴ്സിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് അവിടെ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാം അല്ലേ? സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും console.log എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ലോഗിൻ്റെ അവിടെ എന്താണ് ടൈമർ 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ജസ്റ്റ് ഒരു ഫംഗ്ഷനാണ് ഇല്ലേ? സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. ആരോ കീബോർഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്നത് നമ്മളൊരു കീബോർഡ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ടൊരു ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സിംഗിൾ ലൈനിൽ എഴുതി വെച്ചിരിക്കുന്നുള്ളൂ. ജസ്റ്റ് ആക്ച്വലി ഒരു നോർമൽ ഫംഗ്ഷൻ, ആരോ കീബോർഡ് ഉപയോഗിച്ചിട്ട് ഫംഗ്ഷൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യം പാരാന്തസിസ് കൊടുക്കുന്നു, അതിനുശേഷം ആരോ ഉപയോഗിക്കുന്നു, അതിനുശേഷം ആ ഫംഗ്ഷനിൽ എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നു. അതായത് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ അല്ലേ? നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഒന്നും കൂടെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആകും. ഓക്കെ, സോ ആദ്യം നമ്മൾ സെറ്റ് ടൈം ഔട്ട്, ഇത് രണ്ടും കീവേഡാണ് കേട്ടോ. സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞത് കീവേഡാണ്. ഈ രണ്ട് കീബോർഡുകളും നമ്മൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ കീബോർഡ് യൂസ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് എത്ര മില്ലി സെക്കൻഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നിവിടെ കൊടുക്കുന്നു. ഓക്കെ, സോ ആദ്യത്തെ 1000 മില്ലി സെക്കൻഡ് കഴിയുമ്പം ആദ്യത്തെ ഈ ഒരു മെസ്സേജ് പ്രിൻ്റ് ആവും. അതിനുശേഷം 500 മില്ലി സെക്കൻഡ് കഴിയുമ്പം രണ്ടാമത്തെ ഈ ഒരു മെസ്സേജ് പ്രിൻ്റ് ആവും. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ഓക്കെ, ആദ്യത്തേൽ ടൈമർ 2ൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് 500, ടൈമർ 1ൽ കൊടുത്തിട്ടുള്ളത് 1000 അപ്പോൾ ഇതിലേതായിരിക്കും ആദ്യം? അതായത് നമ്മൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം എല്ലാം കൂടി ഒരുമിച്ചായിരിക്കുമല്ലോ റൺ ആവുന്നത്. അതായത് സ്റ്റാർട്ട് റൺ ചെയ്യുന്നു, അതിനുശേഷം എൻഡ് ആവുന്നോടം വരെ ഇത് റൺ ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം റൺ ചെയ്ത് കഴിയുമ്പം ഏറ്റവും ആദ്യം വരുന്നത് ടൈമർ 1 എന്ന് പറഞ്ഞാണോ അതോ ടൈമർ 2 ആണോ വരുന്നത്? ഓക്കെ, സോ നമ്മൾ അസിൻക്രണസ് പ്രോഗ്രാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരേ ടൈമിൽ തന്നെ കുറേ ലൈൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏതായിരിക്കും ആദ്യം വരുന്നത് എന്ന്. ഓക്കെ, സോ ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് പോകുവാണ്. സോ ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കണ്ടൻറ്റ് ഞാനിവിടെ ആൾറെഡി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ പോവാണ്, എല്ലാം ഡിലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എല്ലാം ക്ലിയർ ചെയ്യുവാണ്. എന്നിട്ട് ഞാനിവിടെ ആദ്യം console.log നമുക്ക് ആദ്യത്തെ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം അല്ലേ? അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള കാര്യം. നമ്മൾ കാരണം അസിൻക്രണസ് പ്രോഗ്രാമൊക്കെ നമ്മൾ പഠിച്ച് വരുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ നോക്കാം. ഓക്കെ, സോ console.log എന്ന് പറഞ്ഞ് നോർമലി കൺസ്യൂളിൽ എന്താണോ മെസ്സേജ് കൊടുക്കുന്നത് ആ ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം console.log അതോടെ എൻഡായി. ഓക്കെ, ഇനി ഞാൻ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ ഒരു കീബോർഡ് യൂസ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കീബോർഡ് യൂസ് ചെയ്യാനായിട്ട് കാണാനായിട്ട് സാധിക്കും. സെറ്റ് ഇൻ്റർവെല്ലുണ്ട്, അതായത് നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഓരോ ഇൻ്റർവെൽ അനുസരിച്ച് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇൻ്റർവെൽ യൂസ് ചെയ്യാം. ഇനി ടൈം ഔട്ട് വേണമെങ്കിൽ ഒരു ടൈമർ വെച്ചിട്ട് നമുക്ക് ആ ഒരു ടാസ്ക് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. അതിനാണ് സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഒരു കീവേഡാണ്.
നമ്മളിവിടെ സെറ്റ് ടൈം ഔട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സെറ്റ് ടൈം ഔട്ട് യൂസ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അകത്തൊരു പാരാന്തസിസ്, കാരണം നമ്മളൊരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ട് എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആരോ കീബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതേ മെസ്സേജ് തന്നെ ഈ console.log എന്ന് പറഞ്ഞ് ഈ ഒരു മെസ്സേജ് തന്നെ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ സോറി, ജസ്റ്റ് ഒന്നും കൂടെ കോപ്പി ചെയ്യുവാണ്. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിലെന്തോ കോപ്പിങ്ങിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. മേ ബി വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എന്തോ ബഗ്ഗാന്ന് തോന്നുന്നു. ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ താഴെ തന്നെ പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, എനിവേ നമുക്ക് ടൈപ്പ് ചെയ്യാം, അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് console.log എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് ടൈം സേവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. എനിവേ അത് വർക്ക് ആവുന്നില്ല. നമുക്ക് console.log തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, console.log ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണോ മെസ്സേജ് കൊടുത്തിരിക്കുന്നത് ആദ്യം TIM1 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ മില്ലി സെക്കൻഡിലാണ്, നിങ്ങൾ സെക്കൻഡിൽ ടൈം കൊടുക്കാൻ പാടില്ല, ഒരു കോമ ഇട്ട് കൊടുക്കുക, കാരണം ഇതോടെ ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നു. എന്നിട്ട് സെറ്റ് ടൈം ഔട്ടിൻ്റെ പാരാമീറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. എത്ര ടൈം ഔട്ടാണ് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ടൈം ഔട്ട് എത്ര ടൈമാണ് ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ടൈം നമ്മൾ എന്താണോ ആ ഒരു ടൈം കൊടുക്കുക. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇതിനൊരു ചെറിയ ടൈം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ടൈം കൊടുക്കേണ്ട രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ നമ്മളും ഇവിടെ ഒരു ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, സോ ഞാനിവിടെ ഒരു 1000 മില്ലി സെക്കൻഡ് തന്നെ കൊടുക്കുവാണ്. 1000 മില്ലി സെക്കൻഡ് തന്നെ കൊടുക്കുന്നു. ഓക്കെ, 1000 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ലൈൻ തന്നെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് അതിനെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ ഞാൻ 1000-ന് പകരം 500 ആണ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് 500 കൊടുക്കാം, കുറച്ച് ടൈം ചെറുതായിട്ട് കൊടുക്കാം. അപ്പം നമുക്കിവിടെ ടൈം 2 എന്ന് കൊടുക്കാം. ഓക്കെ, സോ അപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ആദ്യത്തെ ലൈന് വീണ്ടും ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ഓക്കെ, കോപ്പി ചെയ്യുന്നു, എന്നിട്ട് താഴത്തേക്ക് ഒന്നും കൂടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാർട്ട് എന്ന് പറഞ്ഞു, ഇവിടെ എൻഡ് എന്ന് കൊടുക്കുവാണ്. ഓക്കെ, എൻഡ് എന്ന് കൊടുക്കുന്നു, ജസ്റ്റ് സേവ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ ടെർമിനലിൽ പോയിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാം, അതല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ഡയറക്റ്റ് ആയിട്ട്, കാരണം ഇവിടെയും ഔട്ട്പുട്ടിലും Node.js തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ തന്നെ റൺ ചെയ്യാം. ഓക്കെ, സോ ഇതിൽ ഈ ഒരു കോഡ് റണ്ണർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടാണല്ലോ റൺ ചെയ്യുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സ്റ്റാർട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എൻഡ് വന്നിട്ടുണ്ട്. ആദ്യം വന്നിട്ടുള്ള എന്താണ് ടൈം 2 ആണ് വന്നിട്ടുള്ളത്, അതിന് ശേഷമാണ് ടൈം 1 വന്നിട്ടുള്ളത്. സോ ഈ ഒരു പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് സിങ്ക്രണസ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ എന്താണ് വരുന്നത്, ആദ്യം സ്റ്റാർട്ട് പ്രിൻറ്റ് ചെയ്യും, എന്നിട്ട് ടൈം 1 1000 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്തിരിക്കും, അതായത് വെയിറ്റ് ചെയ്തതിന് ടൈം 1 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം 1000 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ടൈം പ്രിൻറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് വീണ്ടും ഒരു 500 മില്ലി സെക്കൻഡ് കൂടെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് ടൈം 2 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും, എന്നിട്ട് അവസാനമായിരിക്കും എൻഡ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അസിങ്ക്രണസ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം എന്താണ് സ്റ്റാർട്ടും എൻഡും ഒരുമിച്ച് പ്രിൻ്റായി, അതായത് അതാണ് ഇവിടെ കാണുന്ന സ്റ്റാർട്ട് എൻഡ്. കാരണം ഇതിന് നമ്മൾ ടൈം ഔട്ട് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഇൻസ്റ്റൻ്റ്ലി പ്രിൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റാർട്ടും എൻഡും ആദ്യം തന്നെ പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറവ് ഏതാണുള്ളത്, അതായത് ഇവിടെ ടൈം 2-നാണ് കുറവുള്ളത്. അപ്പം ടൈം 2 ആദ്യം പ്രിൻറ്റ് ചെയ്യുന്നു, അതായത് TM2 അതാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും 500 കഴിഞ്ഞ് 1000 ടൈം എടുക്കുന്ന ഏതാണ് ടൈം 1 ആണ് 1000. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പ്രസൻറ്റേഷനിൽ അസിങ്ക്രണസ് പ്രോഗ്രാമിൻ്റെ ഒരു ഗ്രാഫ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അസിങ്ക്രണസ് പ്രോഗ്രാമിൽ നമുക്ക് ആ ഗ്രാഫ് ഒന്നും കൂടെ എടുത്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ പ്രോസസ്സ് 1 നമ്മുടെ ഇപ്പം ഇത് നമ്മുടെ സ്റ്റാർട്ട് മെസ്സേജും ഇത് എൻഡ് മെസ്സേജും ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഇത് ടൈം 1 മെസ്സേജും അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ഇത് ടൈം 1 മെസ്സേജും, കാരണം കൂടുതൽ ടൈം എടുക്കുന്ന ഇതാണല്ലോ ടൈം 1 മെസ്സേജും, അതുപോലെ തന്നെ ടൈം 2 മെസ്സേജും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ആദ്യത്തെ പ്രോസസ്സ് ഇതെല്ലാം ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ആദ്യത്തെ പ്രോസസ്സ് 1-നും പ്രോസസ്സ് 2-നും അപ്പം നമ്മൾ ഓരോ ലൈനും ഓരോ പ്രോസസ്സാണെന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അസ്യൂം ചെയ്ത് കഴിഞ്ഞു. അപ്പം ആദ്യത്തെ പ്രോസസ്സും എല്ലാം ഒരുമിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് രണ്ടെണ്ണത്തിനും ടൈം ഔട്ട് നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ രണ്ടും അപ്പം തന്നെ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ആദ്യത്തേതിന് പിന്നെ കുറച്ച് ടൈമുള്ളത് ഇതിനാണ്
ആണ്, പ്രോസസ് 2 അതായത് രണ്ടാമത്തെ ലൈനാണ് കുറച്ച് ടൈമുള്ളത്. ഓക്കെ, സോ അതായത് TIM2 എന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു കൺസ്യൂൾ ലോഗിനാണ് ടൈം കുറച്ചുള്ളത്, 500 മില്ലി സെക്കൻഡ് ഉള്ളൂ. അതുകൊണ്ട് അത് വീണ്ടും എക്സിക്യൂട്ട് ആവുന്നു. 1000 മില്ലി സെക്കൻഡ് ഉള്ളത് പിന്നെ ഇത് എക്സിക്യൂട്ട് ആവുന്നു. ഓക്കെ, ഇതിൻ്റെ ടൈം കറക്റ്റ് അല്ല, അതായത് ഈ ഒരു 2 ഗ്രാഫ് ഇവിടെ ആവശ്യമില്ലാത്തതാണ്, ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. അപ്പം ഇത് ഇൻസ്റ്റൻ്റ്ലി തന്നെ വരും. ബാക്കി ഇത് രണ്ടും എന്ത് ചെയ്യുന്നു, ടൈം എടുത്താണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ സിങ്ക്രണസ് ആണെങ്കിൽ, അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും, Node.js നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്താൽ അസിങ്ക്രണസ് ആണ്. നിങ്ങൾ മൾട്ടിപ്പിൾ ലൈൻസ് ചെയ്ത് വെച്ചാലും ഈ ലൈൻസ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ ഇതിങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു എന്തെങ്കിലും ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഒരു ഫയൽ റീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം, നിങ്ങൾ ക്ലൗഡിൽ നിന്ന് എടുത്തൊരു ഫയൽ റീഡ് ചെയ്യുന്ന സിസ്റ്റം ഒരു ടെക്സ്റ്റ് ഫയലായിരിക്കും. ഓക്കെ, സോ ടെക്സ്റ്റ് ഫയലായിരിക്കുമ്പോൾ നിങ്ങൾ Node.js ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഫയൽ ഗെറ്റ് ചെയ്യുന്ന കാര്യവും റീഡ് ചെയ്യുന്ന കാര്യവും ഒരുമിച്ച് എഴുതാൻ പാടില്ല. ഓക്കെ, കാരണം ഫയൽ ഗെറ്റ് ചെയ്യുന്ന കാര്യവും റീഡ് ചെയ്യുന്ന കാര്യവും ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നടന്ന പോലെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് എക്സിക്യൂട്ട് ആകും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം കൂടെ, അതായത് ഇത് ഫയൽ ഗെറ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക, ഇത് ഫയൽ റീഡ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇവിടെ ഗെറ്റും റീഡും ആയതുകൊണ്ട് ഗെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, അതായത് ഫയൽ ഗെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ഡിലേ ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഫയൽ ഗെറ്റ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫയൽ ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു വലിയ ഫയൽ, ഒരു GB ഉള്ള ഒരു MP3 ഫയൽ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇത്രയും വലിയൊരു സിസ്റ്റം, ഇത്ര വലിയൊരു ഫയൽ കോപ്പി ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും, ഒരു 2-3 മിനിറ്റ് ഒക്കെ ടൈം എടുത്തുന്നിരിക്കാം. ഓക്കെ, സോ നിങ്ങളിത് കോപ്പി ചെയ്യുന്നതും ആ ഫയൽ പ്ലേ ചെയ്യുന്നതും ഒരേ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ വീഡിയോ പ്ലേ ആവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കോപ്പിയും കഴിഞ്ഞിട്ടില്ല, കോപ്പിയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് റീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് Node.jsൽ നിങ്ങൾ എന്തെങ്കിലും ക്ലൗഡിൽ നിന്ന് ഗെറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ അതല്ലെങ്കിൽ ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണെങ്കിലും ഗെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുമിച്ച് 2 ലൈനിൽ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്, തീർച്ചയായിട്ടും എറർ വന്നിരിക്കും. ഓക്കെ, കാരണം ആ ഫയൽ ഒന്നെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ്. ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് റാമിലേക്ക് പോകുന്നു, റാമിൽ നിന്ന് ക്യാച്ച് മെമ്മറിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സാധനം ക്യാച്ചിൽ ഉണ്ടായിരിക്കണം, അതായത് നമ്മൾ എന്താണോ റീഡ് ചെയ്യാവുന്ന കാര്യം ആ സംഭവം ക്യാച്ച് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോസസ്സറിന് അത് റീഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇൻ കേസ് അതില്ലെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് തുടങ്ങുവാണെങ്കിൽ പ്രോസസ്സർ അത് റീഡ് ചെയ്തിട്ടുള്ള എറർ വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ Node.jsൽ ചെയ്യുമ്പം ആ ഒരു ഫയൽ, ഇവിടെ നമ്മളൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് അവിടെ ഫയൽ ഉണ്ടെങ്കിൽ മാത്രം, ഈ ഫയൽ അവിടെ ഉണ്ടെങ്കിൽ എക്സിസ്റ്റ് ആണെങ്കിൽ ആ ഒരു റീഡ് ചെയ്യുന്ന ടാസ്ക് ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ ഫയൽ സിസ്റ്റം വെച്ച് റീഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. സോ ഇങ്ങനെ ആ ഒരു റീഡ് ഫയൽ സിസ്റ്റം നമ്മൾ FS എന്ന് പറഞ്ഞൊരു ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലൈബ്രറിക്കകത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഫയൽ സിസ്റ്റം വെച്ച് ലൈബ്രറീസ് യൂസ് ചെയ്യുന്ന കാണാം അല്ലേ. അപ്പം ഈ ഒരു ഫയൽ സിസ്റ്റത്തിൽ റീഡ് ഫയൽ UTF എറർ ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫയൽ സിസ്റ്റം നമ്മളിങ്ങനെ റീഡ് ചെയ്യുന്ന ഈ ഒരു ലൈബ്രറീസിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലത്തെ ഒരു സിസ്റ്റം എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ആദ്യം എന്ത് ചെയ്യുന്നു, ഈ റിക്വയർ ഫയൽ സിസ്റ്റം ലൈബ്രറി ഉണ്ടോ എന്ന് നോക്കുന്നു. അതിന് ശേഷം നമ്മൾ ഈ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഫയലുണ്ടല്ലോ, ഈ ടെക്സ്റ്റ് റീഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ഫയൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഫയൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ മാത്രം അതിനെ റീഡ് ചെയ്യും. ഓക്കെ, ഇല്ലെങ്കിൽ ആ എറർ എന്ത് ചെയ്യും, എറർ ഇതിലേക്ക് പ്രിൻ്റ് ആയിട്ട് വരും. ഓക്കെ, അതായത് ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഈഫ് എററാണ് കൊടുത്തിട്ടുള്ളത്. അതായത് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എറർ പ്രിൻ്റ് ചെയ്യും, ഫയൽ ഉണ്ടെങ്കിൽ മാത്രം അതിനെ റീഡ് ചെയ്ത് ഫയൽ കണ്ടൻറ്റിൻ്റെ ഡാറ്റ ആയിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏത് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഫ്ലോ ആണ് അവിടെ നടക്കുന്നത്. ആദ്യം എററാണ് റീഡ് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ അകത്ത് ദെൻ ക്യാച്ച് എന്ന സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആദ്യം ദെൻ, അതായത് ക്യാച്ച് ചെയ്യും, എന്നിട്ട് ദെൻ അതിന് ശേഷമായിരിക്കും ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ക്യാച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറർ നമ്മളെ ഡിസ്പ്ലേ ചെയ്യും. ക്യാച്ച് ചെയ്തിട്ട് എറേഴ്സ് ഒന്നും തന്നെ ഇല്ല, ക്യാച്ച് ചെയ്തു, സക്സസ്ഫുള്ളായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും.
ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ഈ ഒരു സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് അസിൻക്രണസ് വെയിറ്റ് ഓർ അവൈറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും. ഓക്കെ, ഇവിടെയും ഇതേപോലെ തന്നെയായിരിക്കും. ക്യാച്ച് ചെയ്യുമ്പോൾ എറർ ആയിരിക്കും ക്യാച്ച് ചെയ്യുന്നത്. ക്യാച്ച് ചെയ്തിട്ട് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലോ എങ്ങോട്ട് പോകും, ഈ ഒരു ഫയൽ റീഡ് ചെയ്യുന്ന സംഭവത്തിലേക്ക് പോകും. ഓക്കെ, സോ ഇങ്ങനെയാണ് Node.js നമ്മളൊരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിൽ ആദ്യം വർക്കാവുന്നത് ആ ഒരു ഓർഡർ ആയിരിക്കും. നമ്മൾ ടൈം ഔട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതേ കോഡിലേക്ക് തന്നെ വരുവാണ്. കോഡിലേക്ക് തന്നെ വന്നിട്ട് നമ്മൾ ആ ഒരു കോഡിൻ്റെ ടൈമിംഗ് കുറിച്ച് മാറ്റി കൊടുക്കുവാണ്. ഓക്കെ, സോ ഇവിടെ ഞാനൊരു 4000 അല്ലെങ്കിൽ നമുക്കൊരു 8000 വയ്ക്കാം. ഓക്കെ, 8000 വയ്ക്കുന്നു. 8000 മില്ലി സെക്കൻഡാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് റൺ ചെയ്യുന്നു. ഓക്കെ, റൺ ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി നമുക്ക് എന്താണ് വരുന്നത്? ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് എൻഡ് വന്നിട്ടുണ്ട്, ടൈമർ 2 വന്നിട്ടുണ്ട്. ഇതുവരെ ടൈം 1 വന്നിട്ടില്ല. അത് 8 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഓക്കെ, അതായത് ഏകദേശം 8 സെക്കൻഡ് കഴിഞ്ഞിട്ടേ സംഭവം വരത്തുള്ളൂ. അതാണ് ഇവിടെ പിന്നീടാണ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം 1 എന്ന് പറയുന്നത്, അല്ലേ? സോ ഇങ്ങനെയായിരിക്കും Node.jsൽ നമ്മൾ ടൈമർ ഫേസിൽ, അതായത് ഇപ്പം നമ്മൾ ടൈമർ ഫേസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് നേരത്തെ ഫയൽ ഗെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ടൈമേഴ്സ് വെച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതിനെയാണ് ടൈമർ ഫേസ് എന്ന് വയ്ക്കുന്നത്. ടൈമേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ക്ലൗഡുമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ടൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ടൈമേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈമർ സെറ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് പിടിച്ച് വെക്കുക. ഫങ്ഷൻസ് ഏത് രീതിയിൽ ഫങ്ഷൻസ് എഴുതി കഴിഞ്ഞാലും അവസാനം കോമൻറ്റ് സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ കീബോർഡ് യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫങ്ഷൻ നെയിം യൂസ് ചെയ്യാം. ഓക്കെ, ഫങ്ഷൻ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ടൈം ഔട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാനൊരു ഹോംവർക്ക് തരുവാണ്. ഇപ്പം ഞാനിവിടെ ആരോ കീവേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോർമൽ ഫങ്ഷൻ കീബോർഡ്, അതൊരു ഫങ്ഷൻ നെയിം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇതുപോലെ ഫങ്ഷൻ കീബോർഡ് യൂസ് ചെയ്യാം. എന്നിട്ട് ആ ഫങ്ഷൻ എന്തെങ്കിലും ഒരു നെയിം, ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നെയിം ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ടൈം ഔട്ട് ചെയ്യുന്ന കാര്യം സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ടൈമേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടുമിക്ക എല്ലാ ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷനിലും നമ്മൾ ടൈമേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അകത്ത് ടൈമേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ഇങ്ങനെ ലോഡ് ചെയ്ത് ഇപ്പം ഓരോ കണ്ടൻറ്റ് ഇങ്ങനെ ആനിമേറ്റ് ചെയ്ത് ലോഡായിട്ട് വരുന്നൊക്കെ ഇല്ലേ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടൈമേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഡോം കണ്ടൻറ്റിലേക്ക് ഒരു കണ്ടൻറ്റ് ലോഡായി വന്നു, അതിനുശേഷം ഒരു 5 മില്ലി സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 10-15 മില്ലി സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം കണ്ടൻറ്റ് ലോഡായിട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ആനിമേഷൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ടൈമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടൈമേഴ്സ്. അടുത്ത വീഡിയോയിൽ നമ്മൾ പെൻഡിങ് കാൾബാക്ക് ഫേസസിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. അതായത് പെൻഡിങ് ആയിട്ടുള്ള കാൾബാക്സ് ഒക്കെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. See you again in coming lectures and thank you for watching.